ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ടോക്ക് ബൈ വിയ കൺസെഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് PMC ഇൻ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അതായത് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷനിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ? നമുക്കറിയാം, ഒരു വീട് പണിയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് അതിന്റെ ഡിസൈൻ, സ്ഥലം റെഡിയാക്കൽ, അത് കഴിഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷൻ, എക്സിക്യൂഷൻ, ബില്ലിങ്, മെറ്റീരിയൽ പർച്ചേസ്, ക്വാളിറ്റി ചെക്സ്, അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ആ പ്രൊജക്ട് ഡെലിവർ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ? പല ക്ലയൻസും ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് ഒരുപാട് പോരായ്മകളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആ കൺസ്ട്രക്ഷൻ ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരുപാട് കമ്പനീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ സൈറ്റ് വിസിറ്റ് എടുത്തിട്ട് നമ്മുടെ സൈറ്റ് കൺസ്ട്രക്ഷൻ റെഡി ആക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് പറയും. അത് റോഡ് ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി, വാട്ടർ കണക്ഷൻസ്, കിണറിന്റെ പൊസിഷൻസ്, കൈൻഡ് ഓഫ് സാധനങ്ങൾ. ഇനി ഇതൊരു ലെവലല്ലാത്ത സൈറ്റ് ആണെങ്കിൽ ഇത് എങ്ങനെ ലെവൽ ചെയ്യണം, എവിടെ നിന്ന് ലെവൽസ് സെറ്റ് ചെയ്യണം, ഈ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് ഇവർ ചെയ്തു തരും. ഇതിനുശേഷം ഡിസൈൻ എന്ന് പറയുന്നതിൽ ഇവർ കൺസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ആർക്കിടെക്ട്സുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇവർ കൊളാബറേഷനിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. അപ്പോൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ ഡിസൈൻസ് എടുത്ത് ആ ഡിസൈൻസ് പ്രകാരമുള്ള BOQ പ്രിപ്പയർ ചെയ്യും. അതായത് എന്തോരം ക്വാണ്ടിറ്റി ഓഫ് വർക്കാണ് അവിടെ ഉള്ളത് എന്നുള്ളത് പ്രിപ്പയർ ചെയ്ത് ഒരു ബേസ് എസ്റ്റിമേറ്റ് ഇവർ ഉണ്ടാക്കി നമുക്കൊരു ബോൾ പാർക്ക് ഫിഗർ നമുക്ക് കിട്ടുന്നതാണ്. ഈ ബോൾ പാർക്ക് ഫിഗറിന്റെ ബേസിസിന് നമ്മൾ ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യും. അതായത് നമ്മുടെ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന കോൺട്രാക്ടേഴ്സിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള കോൺട്രാക്ടേഴ്സിന്റെ അടുത്തുനിന്ന് നമ്മൾ ഈ BOQ കൊടുത്തിട്ട് ഈ BOQക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൊട്ടേഷൻസ് മേടിക്കും. അപ്പൊ ഈ കോൺട്രാക്ടേഴ്സിന്റെ കൊട്ടേഷൻസ് ഈ PMC ടീം നമുക്ക് വേണ്ടി കമ്പയർ ചെയ്ത് തരും. എന്തൊക്കെ നല്ലതുണ്ട്, എന്തൊക്കെ ചീത്തയുണ്ട്, ആരുടെയാണ് കൂടുതൽ, ആരുടെയാണ് കുറവ്, ഏതൊക്കെ എലമെന്റ്സിലാണ് കൂടി നിൽക്കുന്നത്, എവിടെയാണ് കുറവ് നിൽക്കുന്നത്. എന്നിട്ട് ഇവരുടെ വർക്കുകൾ പോയി കണ്ടിട്ട് ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു കോൺട്രാക്ടർ ഫിക്സ് ചെയ്യും. അതിനുശേഷം വർക്ക് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മളെ കൂടാതെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ആർക്കിടെക്ട്, സ്ട്രക്ചറൽ കൺസൾട്ടന്റ്, ഇനിയിപ്പോൾ നമ്മുടെ MEP അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്കുകൾക്ക് നമ്മളൊരു കൺസൾട്ടന്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഡ്രോയിങ്സ് മേടിച്ച് ഇത് കോൺട്രാക്ടർക്ക് കൊടുത്ത് കോൺട്രാക്ടറെ കൊണ്ട് ഈ വർക്ക് പ്രോപ്പർ നമ്മുടെ ഡ്രോയിങ് പ്രകാരം എക്സിക്യൂട്ട് ചെയ്യേണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതിന് വേണ്ടിയിട്ട് അവർ ഡെയിലി സൂപ്പർവിഷൻസ് അവിടെ ചെയ്യുന്നുണ്ടാവും. ഈ ചെയ്തിരിക്കുന്ന വർക്ക് കോൺട്രാക്ടർ നമ്മളുമായിട്ട് എഗ്രി ചെയ്തിരിക്കുന്ന കോൺട്രാക്ടിന്റെ പ്രകാരമുള്ള സ്കോപ്പിലും സ്പെസിഫിക്കേഷൻസിലുമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇത് എൻഷുർ ചെയ്യുക. കോൺട്രാക്ടർക്കുള്ള ബില്ലിങ് ചെക്ക് ചെയ്യുക, അതിന്റെ അപ്രൂവൽസ് കൊടുക്കുക, അത് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതിനുശേഷം കഴിയുന്ന ഓരോ വർക്കിന്റെ ക്വാളിറ്റി ചെക്സ് നോക്കുക. ക്വാളിറ്റിയിലാണോ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കുക. ഇങ്ങനെ എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷക്കാലം നമ്മുടെ പ്രൊജക്റ്റിനെ ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്ത് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു പ്രോഡക്റ്റ് നമുക്കൊരു തലവേദന ഇല്ലാണ്ട് ഡെലിവർ ചെയ്യുന്ന ടീമാണ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ. അപ്പോൾ നമ്മളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ എക്സ്പെർട്ടീസിന് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ എന്തായാലും എടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.